സ്റ്റാർട്ടാക്കി എടുക്കടാ. അടുത്തത് സ്റ്റാർട്ട്. ഫോണടിച്ച് കൊല്ലാതെ നീ പയ്യെ വണ്ടി വെച്ചിട്ട് ഇറങ്ങുക. ഞാൻ പല്ല് വെക്കുന്നേ. രാവിലെ കിടക്കാപ്പായെന്ന് വിളിച്ചെണീപ്പിച്ച് അവന്മാര് മേട്ടുകുഴിക്ക് കൊണ്ടുപോവാണ്. നമ്മുടെ കട്ടപ്പനയുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ് മേട്ടുകുഴി വ്യൂ പോയിന്റ്. നമ്മുടെ ടൗണിന്റെ ഒരു ഓവർ വ്യൂ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ആണ്. അത്യാവശ്യം ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ്. ഞാനാണ് ഇന്നലെ വണ്ടി കഴുകി വെച്ചിട്ടേ ഉള്ളൂ. എന്തായാലും പോയേക്കാന്ന് പറഞ്ഞത്. ഞങ്ങളിപ്പോൾ 3 പേരുണ്ട്. പോകുന്നിരുന്നേ പോകുന്ന അടുത്തവൻ. അപ്പോൾ എന്തായാലും ഓൾമോസ്റ്റ് ഉച്ച സമയമാണ്, 11:45. മേട്ടുകോഴിയിലെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാ ബ്ലോക്കാണ്. ഇതെന്നടാ പരിപാടി ഇവിടെ? ഇതിലേ പോടാ. ഓണടിക്കുമ്പോ ഇൻഡിക്കേറ്റർ ഇടും. പ്രശ്നം. ഓക്കെ പോട്ടെ. നമ്മുടെ കട്ടപ്പന പള്ളിക്കവലയിൽ നിന്ന് നേരെ ആനവിലാസം റൂട്ട് വന്ന് അമ്പലക്കവലയിൽ നിന്ന് ലെഫ്റ്റ്. ഇതാണ് ഈ മേട്ടുകുഴിക്കുള്ള റൂട്ട്. ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാവുന്ന പോപ്പുലർ ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്. ഇവിടുന്ന് റൈറ്റ് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. തമ്പുരാനറിയാം എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാനെല്ലാവരും പൂപ്പിച്ചേ പുതിയ ടയർ മേടിച്ചു. അപ്പത്തേന് ഓഫ് റോഡ് ഒന്ന് കയറിയേക്കാവൂ. ഉച്ചക്ക് PSC ഉണ്ട്. എന്നാ പോവാ പടി. ആണോ? അന്നാ ഞാൻ കൂളണ്ട്, ഞാൻ പൊട്ടിക്കും. ഞാൻ കണ്ടന്മേട് കമ്പംമട്ട ശാസ്ത്രനട. നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകണം. ആൻഡ് ഇതാണ് നമ്മുടെ എൻട്രി പോയിന്റ്. അത്യാവശ്യം നല്ലൊരു ട്രെയിലാണ്. പുതിയൊരു ടയർ ഇട്ടതിന്റെ ആകാരല്ലടാ നാറിപ്പ കണ്ടത്. എന്റെ ഇരിക്കുമ്പോ തന്നെ സ്പിൻ ആയിക്കൊണ്ടിരിക്കുക. ഓ മയിർ, ഓ പോ. അപ്പൊ ഈ ഓഫ് റോഡിൽ പിടിക്കാനുള്ളൊരു ഗ്രിപ്പില്ല ടയറിന് ആക്ച്വലി. പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് ബൈക്ക്, ഇറ്റ്സ് അബൌട്ട് സം ഫീലിങ്സ്. നമ്മളെങ്ങനെയെങ്കിലും കയറ്റും. യൂഷ്വലി വഴി ഒട്ടും പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഇവിടെ വണ്ടി വെച്ചിട്ടാണ് പോകുന്നത്. ഇവിടെ വണ്ടി വെച്ചിട്ട് അധികം ദൂരമില്ല, നടന്നാണ് പോകാറ്. അതൊരു പുല്ലുവണ്ടി ആവുമോ? നോക്കാം. അത്യാവശ്യം ഒരു നല്ല സ്ട്രെച്ചാണിത്. ഒന്നിടിച്ചു. എക്സോസ്റ്റ് ഊരിപ്പോയോ ഗായ്സ്? ആ സൈഡാണോ? എക്സോസ്റ്റ് എങ്ങാണ്ടാന്ന് എനിക്ക് തോന്നുന്നു. എക്സോസ്റ്റേ തട്ടത്തുള്ളൂ. എന്നാ ഞാൻ വെളിപ്പാ.
ഇവിടെ നിൽക്കുക, ഞാൻ പോയി എടുക്കാം. ഇവിടെ ഇവിടെ വീഡിയോ എടുത്തു തരാന്നല്ലേ പറഞ്ഞു. കാവടി. ഒരു വീഴ്ച ഞാൻ മുന്നിൽ കാണുന്നു. മാറി ഇവൻ ഈ സാധനം എന്റെ അകത്ത് എഴുന്നേറ്റിക്കത്തില്ല, ഞാൻ ഇങ്ങനെ ആയിപ്പോവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. പുല്ലൻ എടുത്തു വെച്ച് നോക്കണം മിസ്റ്റർ. മൂക്ക് തട്ടിയില്ലേ സൂമൊക്കെ ആവും. മാറ്റാ നിന്റെ തൊലി. ടാസ്കേ. കാല് കുത്തിയാല് കാലവിടെ പൂണ്ടുപോവും. ആളൊക്കെ നമ്മുടെ സെയിം സ്പിരിറ്റിലുള്ള ആളാ. വഴി പോയാ രക്ഷപ്പെടാം. ആരാദ്യം? പിന്നെ വീഡിയോ എടുക്കാം. എന്നാ ഇച്ചിരി നടുക്കോട്ട് വെക്കണം, ഗ്യാപ്പ് വരാനുള്ളതിന്. ഓഫ് എടാ, ഞാൻ പൂണ്ടു പോവാടാ. ഇതിലെ കയറിപ്പോണോ? ഒന്ന് പോയി നോക്കിയാടാ, വീഡിയോ എടുത്തു തരാം. നിസ്സാരം. നീ പോക്കൂ. പടവനൊന്ന്. കുഴപ്പമില്ല കുഴപ്പമില്ല, പൊക്ക് പൊക്ക് പൊക്ക്. എന്തൊക്കെയായിരുന്നു? വീഡിയോ എടുക്കുന്നു, ടയർ ചെക്ക് ചെയ്യുന്നു. ഇങ്ങനെ സ്റ്റാർട്ടാക്കി എടുക്കടാ. ദൈവമേ, അവണേ ഓഫ് റോഡ് അടിക്കാൻ വന്നേക്കോ കാമറക്കി. ഓയ്യോ എൻ്റെ. ഇത് പക്ഷേ ഇതിലേം ടാസ്കായി കിടക്കുമ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ട്. കൈ കൊടുത്ത് പിടിച്ചോ. ഇതിനാണ് അടിച്ചേ. വെള്ളം ചാടുന്നുണ്ടോ? അതിൻ്റെ അകത്ത് എക്സോസ്റ്റിൽ കൂടെ പോകുന്നുണ്ടോ? താഴെ കൂടെ ഒലിച്ചു പോകുന്നുണ്ടോ? അത് പൊക്കോളൂ, ഇറങ്ങി പൊക്കോളൂ. അതെല്ലാ എക്സോസ്റ്റിനും ഉണ്ടാ. ഇല്ല, എന്തായിരുന്നു, എന്തൊക്കെ മൂപ്പായിരുന്നു. വാ, ഇനിയുണ്ട്, അവസരമുണ്ട്. ഇനി തിരിച്ചു കയറി പോണം. അടുത്തത് ഇപ്പൊ ഏകദേശം ശരിയായി. പൊക്കാൻ വരണോ? നിസ്സാരം, അതെടുത്ത പ്രാവശ്യം പറ്റിക്കാം. നടക്കുമ്പോ ഒരു ഞൊണ്ട് ഫീൽ ചെയ്യുന്നു. ഒന്നും പറ്റിയില്ലല്ലേ, ഒന്നും പറ്റിയില്ലല്ലേ. ചാടി നോക്ക. ഗുഹ കാണിച്ചിട്ടാ. ഗുഹ ഗുഹ ഗുഹ. അതുകൊണ്ട് ചുവരിച്ചിത്രമൊക്കെ ഉണ്ട് അവിടെ എഴുതി, കട്ടപ്പന ബോയ്സ്.
ആ മറ്റേ സാധനം ഇട്. മറ്റേ സാധനം ഇട്. സാധനം ഇട്. സ്റ്റാർട്ട്. എവിടെ ഉണ്ടോ? ഒരു അനക്കം പോലും ഇല്ലാതെ ഇങ്ങനെ നടക്കുക. ഈ പെട്രോളടിക്കാതെ വണ്ടി ഓടുന്നു. ചെറുതായിട്ട് വേറെ ഒന്നും പറ്റില്ല. അമ്മ പറഞ്ഞ നനയ്ക്കരുത്. ഒന്നും കൂടെ. അത് കറക്റ്റായിട്ട് കിട്ടിയില്ലടാ. ഒന്നും കൂടെ. എടാ ഞാൻ മാറ്റി വെക്കണോ? ഇനി നിന്റെ A few minutes later. ഇതൊക്കെ വീഡിയോ എടുക്കണ്ടേ? എടുത്തു കാലൂരിയോ? നന്ദി കയറിക്കോ. എടാ എടുത്ത ഫ്രണ്ട് വീല് ഇവിടെ വെച്ച് നിർത്തിക്കേ. എന്റെ കാലയില കുഴപ്പമില്ല. നിനക്ക് സ്റ്റെപ്പ് ഉണ്ടോ? ഞാൻ മേളിൽ കയറാവേ. നീ മേൽക്ക് എനിക്ക് സ്റ്റെപ്പില്ല. ആ വണ്ടി സ്റ്റെപ്പായോ? ആ ഒന്നൂടെ. ഞാൻ ഒറ്റയ്ക്ക് നീ ഇവിടെ ചവിട്ടി നിന്നിടാല. ഞാൻ വണ്ടി ഒന്ന് വിട്ടോട്ടെ. വിട്ടോ നീ കയറി. ഒന്നൂടെ പിടിച്ചോ. വണ്ടി ഒരു ത്രില്ലായി. നീ അവിടെ പോയി നോക്കി പോയായിരുന്നുണ്ടല്ലോ. അങ്ങ് എന്നേനെ. എന്നാ കുഴപ്പം? ഞങ്ങൾ വണ്ടി ഇട്ടിട്ട് വരിക. ഇറങ്ങത്ത പോലും ഇല്ലാതെ പോ. ഇച്ചിവിടെ പോയിട്ട് വാടാ. അവിടെ ഇട്ട് തിരിക്കാ. വെയിറ്റ്. എണ്ണയൊന്നും ലീക്കായിട്ടൊന്നും ഇല്ല. സംഭവമാണല്ലേ. ആളെണ്ണോട്ട് പേടിയില്ല. അടി ചവിട്ടി അടിച്ചു വെച്ചേ. ആവുന്നുണ്ട്. എനിക്ക് എടാ സൂക്ഷിച്ചു മതി കേട്ടോ. ഓ കാൽ ചള്ള മുങ്ങി. വാ. കിട്ടിയില്ല. വാ. പോ വിട്ടോ.
എനിവേ അടിപൊളിയായിരുന്നു. എനിക്ക് പൊതുവെ ഓഫ് റോഡ് വരാൻ അധികം ഇഷ്ടമില്ലാത്ത, പക്ഷേ ഈ ഫീലുണ്ടല്ലോ അത് ഭയങ്കര കിക്ക് തരുന്നെന്നാണ്. ഓൺ റോഡിലാണെങ്കിൽ പോലും നല്ല വഴികൾ ചൂസ് ചെയ്തേ പോകാറുള്ള, ദൂരം കൂടിയാലും. എന്താണെന്ന് ചോദിച്ചാൽ പൊതുവെ ഈ വണ്ടി ഇങ്ങനെ ചാടി ചാടി വരുന്നത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ ഫീല് അടിപൊളിയാണ്. മേക്ക് ഷുവർ ഇങ്ങനെ സ്ലിപ്പറി ആയിട്ടുള്ള ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഗിയറിലാണെന്ന് ഉറപ്പുവരുത്തുക. ടയർ ലോക്ക് ആകുമ്പോഴേ മാക്സിമം ഗിയറിലിട്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഇറങ്ങി വരിക. ഫസ്റ്റ് ഗിയറിൽ തന്നെ വരിക. ഞാൻ സെക്കൻഡിലായിരുന്നു. ഇതാണ് ടാസ്ക്. പൊക്കോ. ഇന്നത്തെ കഴിഞ്ഞേ അങ്ങനെ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തി. വെള്ളം അടിച്ച് കയറുന്നു. ആഹാ, അന്തസ്. കൂടുതൽ ചെളി നിന്റെ വണ്ടിയിലാണോ എൻ്റെ വണ്ടിയിലാണോ? അതെ അല്ലേ? അതാ നിന്റെ അകത്ത് ചെളി അറിയത്തില്ലടാ. ഉള്ളിൽ മൊത്തം കയറി കിടപ്പുണ്ട്. ഒരു 3 ചായ. അപ്പോൾ ഓഫ് റോഡ് അടി പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഇവന്മാർ കമ്പം പോകുന്നുണ്ട്, എന്തോ പരിപാടി, നമുക്ക് പണിക്ക് പോകണം. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് സ്കിപ്പായി നേരെ തിരിച്ച് ഈസ്റ്റിലേക്ക് പോവുകയാണ്. അതങ്ങനെ തന്നെയാണല്ലോ, അൺഎക്സ്പെക്റ്റഡ് ട്രിപ്സ് മേക്സ് മെമ്മറബിൾ മെമ്മറീസ്.